അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്ന് എൻ്റെ വീട്ടിൽ വളർത്തുന്ന ബ്ലാക്ക് പൂച്ചയെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു പരിഭവത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അവൻ കരഞ്ഞ സമയത്ത് പാല് കൊടുക്കാതിരുന്നപ്പോൾ പപ്പായോടുള്ള ഒരു കലിപ്പാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോ ഇടാൻ എന്നെ പ്രേരിപ്പിച്ചത്. അവൻ്റെ പെറ്റാണ് പപ്പ. ഇന്ന് മൈൻഡ് ചെയ്യാതെ അവൻ കരഞ്ഞ സമയത്ത് പാല് കൊടുത്തില്ലെന്ന് പറഞ്ഞ് മാറിക്കിടക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എന്തിനാ വീഡിയോ എടുക്കുന്ന അവൻ്റെ ഭാഷയിൽ എന്നോട് പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞ് മറിഞ്ഞും ഒക്കെ കിടന്നു. വേണ്ട, ഇനി എടുക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിടുക. ഞാൻ ഓടിച്ചെന്ന് പിന്നെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓടിപ്പോയി ഒരു കസേര ഇരുന്ന് അത് കഴിഞ്ഞ് അത് താഴെ ഇറങ്ങും. പരിഭവവും ഉണ്ട്, വാശിയാണ് അവൻ്റെ മെയിൻ. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. പപ്പ വിളിക്കുന്നതിന് കാത്ത് നിൽക്കുകയാണ്. അതിന് പിണക്കമുണ്ട്, എന്നാലിട്ട് സ്നേഹമാണ്. പപ്പ അങ്ങനെ കൈ കൊണ്ട് കാണിച്ച് വാടാ കയറടാ എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചാട്ടം കയറി. എന്നാലും അകന്നിരിക്കുകയായിരുന്നു ആദ്യമൊക്കെ. അകന്നിരുന്ന് കഴിഞ്ഞ് അവന് പറ്റുന്നില്ല. തടകി കൊടുത്തപ്പോഴത്തേക്ക് അടുത്ത് കിടക്കുകയാണ് കയറി. തണുപ്പൊക്കെ ആയതുകൊണ്ട് പപ്പയുടെ ഒപ്പം പപ്പ കിടക്കുന്ന പോലെ തന്നെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നതിന് അവൻ്റെ പരിഭവമൊക്കെ കുറച്ചൊക്കെ മാറി. അങ്ങനെ ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ് മഴയത്ത്. വെളിയിൽ മഴയായതുകൊണ്ട് വെളിയിലൊന്നും വലുതായിട്ട് പോകത്തില്ല. ഇപ്പം വീട്ടിൽ തന്നെയാണ്. പപ്പ പറഞ്ഞേടാ പിന്നെ ഇച്ചിരി കഴിഞ്ഞ് തരാം കേട്ടാ പാല്, സ്വല്പം കൂടെ കഴിയട്ടെ, എന്നാലും ഒരു പരിഭവമാണ്. അവൻ ചോദിക്കുമ്പോൾ ഉടനെ കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് നമ്മളെ വെറുപ്പിക്കും. തോണ്ടുകയാണ്, തടവി കൊടുക്കാനുള്ള തോണ്ടൽ, ബനിയനിലൊക്കെ പിടിച്ച് മാന്തലും. തടകിയിലെ അവൻ്റെ പ്രശ്നമാണ്. തടകിത്ത കൊച്ചു കുഞ്ഞുങ്ങൾ കിടക്കുന്ന പോലെയാണ് കൈകിലൊക്കെ കയറി കിടന്ന്. മനുഷ്യന് ആഹാരം കൊടുക്കുന്നതിൽ എത്രയോ നന്മയാണ് ഒരു മൃഗത്തിന് ആഹാരം കൊടുത്തത്. എത്ര സ്നേഹത്തോടെയാണ്. ഇതൊക്കെയാണ് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് സത്യം പറഞ്ഞാൽ. പപ്പ സംസാരിച്ച് പുന്നാരിച്ചൊക്കെ കിടക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. തട്ടി മാറ്റുകയും ചെയ്യുന്നുണ്ട് കൈ. വേണ്ട എന്നെ സ്നേഹിക്കത് വേണ്ടത് അവന് പറയാൻ അറിയത്തില്ല. അവൻ ആക്ടിങ്ങിലൂടെ എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെയും തിരിഞ്ഞ് കിടക്കും. പിന്നെ മുഖത്ത് നോക്കും. എന്താണ് തടകാത്തത്, എന്നെ തലോട് എന്ന് പറഞ്ഞ് കൈ വെച്ച് തോണ്ടി ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കിടന്ന് വരുമ്പോൾ പിന്നെയും തിരിയും. ഇനി ഉറക്കത്തിൻ്റെ ഒരു മൂടാണ് അതിന്. തടയത്താ പപ്പ എന്നുള്ളൊരു മൈൻഡാണ്. പപ്പ തടവ് നിർത്തിയ ഉടനെ മുഖത്തോട്ട് നോക്കും. പപ്പാടെ എന്തെങ്കിലും സംസാരിച്ചാൽ എന്നൊക്കെ വെക്കുകയും ചെയ്യും. 3 വയസ്സുകാരനാണ്. 3 വയസ്സ് വരെയും ഭയങ്കര പുന്നാരിച്ച് വളർത്തിയൊരു പൂച്ചയാണ്. അതുപോലെ സ്നേഹമാണ്. ആദ്യമൊക്കെ പേടിയായിരുന്നു ഞങ്ങൾ ഈ കറുപ്പ് പൂച്ചയായതുകൊണ്ട്. പിന്നീട് അവരെ ഇവിടെ വളർന്നത് കൊണ്ട് നമ്മളറിയാതെ അവനെ സ്നേഹിച്ചു പോയി. ഇപ്പോൾ നല്ല ഉറക്കത്തിൻ്റെ മൂടായി, നല്ല സുഖമായിട്ട് ഉറക്കത്തിലോട്ട് പോയി.